അളിയാ അളിയാ എവിടെ പോയി കിടക്കുന്നു? ഒരു വാഴത്തോട്ടമുണ്ട്, കൃഷിയുണ്ടെന്ന് പറഞ്ഞ അളിയൻ ഒരു ഉച്ചാരത്തവും ഇല്ല. 24 മണിക്കൂറും കൃഷിയാ. അളിയനൊന്ന് സഹായിക്കാം. അല്ലെ ഞാൻ അളിയനെ സഹായിച്ചല്ലേ അളിയാ? ഇങ്ങനെയാണോ സഹായിക്കുന്നത്? എന്ത് കാര്യം? ഇത്രയും കൃഷി കൂടെ കിടക്കല്ലേ? ആന വരും അളിയാ. ഇവിടെ എവിടെ അളിയാ ആന? ഞാനിത് കൊട്ടുന്നോണ്ടാണ് ആന വരാത്തത്. തീരെ കുറവില്ലല്ലേ? ഇവിടെ അറിയില്ല ഈ വാഴയ്ക്കും കൂടെ പ്രൈവസി കൊടുക്കാത്ത രീതിയിൽ. വാഴയ്ക്ക് പ്രൈവസിയാ? അതൊന്നും എടാ, ഈ പറമ്പിന്റെ 2 ദിക്കിൽ നിന്ന വാഴയാണ്, ഒരു കായ്ഫലവും ഇല്ല. അങ്ങനെ ഈ വാഴ രണ്ടിനെ ഞാൻ അടുത്തടുത്ത് കൊണ്ടുവച്ച്. ഇനിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച് ഒരു വലിയ വാഴക്കൊല കിട്ടിയാലോ? ഇത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഓയാലൊരു റൂം ബുക്ക് ചെയ്തോട്. അടുപ്പിക്കാൻ കൊള്ളത്തില്ല. ഇന്നലെ ആ ഡയനയുടെ കല്യാണത്തിന് പോയി അടി ഉണ്ടാക്കിയില്ല. അവരെന്നെ വിളമ്പാൻ വിളിച്ചാണ്. അല്ലെ ഞാൻ വിളമ്പാൻ വിളിച്ച്. അവിടെ ഏതായാലും കിളവനളിയാ വിളിക്കാതെ വന്ന് കയറിയത്. ഫാമിലിയുള്ള ആയിരിക്കില്ല. ആയിരിക്കില്ല. അയാൾക്ക് പ്ലേറ്റ് ചോറ് കൊടുത്തേ ഇറങ്ങൂല, വാഴയിലെ തന്നെ കൊടുക്കണമെന്ന്. വാഴയില ഞാൻ ഇവിടെ കൊടുത്തു വിട്ടായിരുന്നല്ലോ. ഈ വാഴയിലെ അറ്റത്ത് ഇത്തിരി കാക്കക്കാഷ്ട വരുന്നു, അതാണ് പ്രശ്നം. നീയല്ലേടാ അത് വിളമ്പിയത്? അത് തൂത്ത് തുടച്ച് കൊടുക്കണ്ടായിരുന്ന. ഇല തൂത്ത് തുടച്ച് കൊടുക്കുന്നൊന്നും അല്ല വിഷയമൊന്ന്. പിന്നെ ആ ഇലയുടെ അറ്റത്തിരുന്ന കറി അവൻ ഒന്നുകൂടെ വേണം. ആ കാക്കക്കാഷ്ടത്തിരിക്കും. ഞാൻ എവിടെ പോയി പിടിക്കാനല്ലേ ആ കാക്കെ? എവിടെ ചെന്നാലും വഴക്ക് തന്നെ, ബഹളം തന്നെ. നിന്നെ കാരണം സഹിക്കാൻ വയ്യ. എന്തോന്ന് എന്റെ വാഴത്തോട്ടത്തെ ചവറ് കൊണ്ടിട്ട് നിന്നെ അടിയരും ഞാൻ. ചവറൊന്നും ഇല്ലല്ലോ. എന്തോന്ന് എന്റെ കുടുക്ക പൊട്ടിച്ചിട്ടേ അളിയന്റെ മക്കൾക്ക് ചിക്കൻ മേടിച്ചിട്ട്. ഈ ചിക്കൻ മക്കൾ കൊടുക്കരുത്. എടാ, ഇപ്പോഴത്തെ ചിക്കനൊക്കെ വിഷമടിച്ച് വരുന്നതാണ്, അത് കഴിച്ചുകൂടാ. ആര് പറഞ്ഞു? തന്നെ ഇത് ഫ്രഷ് ചിക്കൻ. അത്രയ്ക്ക് ഉറപ്പുണ്ട് അത് ഫ്രഷ് ആണ്? ഉറപ്പുണ്ട്. എങ്ങനെ ഫ്രഷ്? അല്ലെ എന്റെ വീടിന്റെ അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 24 മണിക്കൂർ പോകുന്ന വെടക്കോഴികളിയാ. എത്ര പൂവൻകോഴി ഇതിന്റെ പറവ നടന്നെന്നറിയാവോ? മൈൻഡ് ചെയ്തിട്ടില്ല. എന്തിനൊരു പൂവൻകോഴി ഇതിന്റെ ചറവി പോലും തൊട്ടിട്ടില്ല. ഫ്രഷ് ചിക്കൻ. കയ്യും തൂറ്റിളിയാ. ഒന്നും പറയണ്ട അളിയാ. എന്തായാലും പറയണം. ഞാൻ ഒറ്റയ്ക്ക് അലച്ചാ ജനം വിചാരിക്കും ഞാൻ ഭ്രാന്തനെന്ന്. അങ്ങനെയല്ല, അല്ലാത്തൊരു പ്രശ്നമാണെന്ന്. ഞാൻ രാവിലെ ഈ കൃഷി ഓഫീസിൽ പോയിട്ട് വരികയായിരുന്നു. പോയിട്ട് ഇറങ്ങിയത് ഒരു ഓട്ടോയിൽ കുറെ പയ്യന്മാര് വന്ന് എടുത്തിട്ടങ്ങ് അലക്കി. എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് ജംഗ്ഷനിൽ വന്നൊരു ചായക്കടന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പോ വീണ്ടും അടുത്തൊരു ഓട്ടോ വന്ന് കുറെ പയ്യന്മാർ വന്ന് വീണ്ടും എടുത്തിട്ട് അലക്കി. എന്തിനാ ഏതിനാ ആരാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല അളിയാ. കണക്കങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ അളിയാ. ഏത് കണക്ക്? അല്ലെ പിന്നെ നമ്മ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ വീട്ടിന്റെ ഫ്രണ്ടിൽ രാഷ്ട്രീയക്കാർ തമ്മിൽ ഭയങ്കര അടി. ഒരു ഞാൻ ഇറങ്ങി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ രാഷ്ട്രീയം പറയരുത്. ഒരു സഹായങ്ങളും നീ എനിക്ക് വേണ്ടി ചെയ്തല്ല. സന്തോഷം. ഞാൻ പറഞ്ഞു എന്റെ അളിയന് ഇതൊന്നും ഇഷ്ടമല്ല. ഒന്നാം എന്റെ അളിയന് പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ കണ്ണുകറിയെ കണ്ടുകൂടാ, രാഷ്ട്രീയക്കാരെ കണ്ടുകൂടാ. മാത്രമല്ല നിങ്ങൾ ഒട്ടിക്കുന്ന പോസ്റ്ററിലെ രാത്രി എന്റെ അളിയനാണ് വലിച്ചു കീറുന്നതെന്ന്. മഹാഭാവി. എന്നിട്ട് അപ്പൊ അവര് പറഞ്ഞു എവിടെ ആദ്യം കളിയനെന്ന്. ഞാൻ പറഞ്ഞു വീട്ടിലില്ല, കൃഷി ഓഫീസിൽ കാണുമെന്ന്. അവരൊരു 4 ആട്ടോയിലോട്ട് അങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടു. നീയാണല്ലോ ചെയ്തത്. 2 ഓട്ടോ വന്ന്. പേടിക്കണ്ട അളി, ഇനി 2 ആട്ടം കൂടെ വരും. പാർട്ടിക്കാർ വാക്ക് പറഞ്ഞ വാക്കാ. എനിക്ക് ദ്രോഹം ചെയ്യണം അല്ലടാ. സ്വന്തം പെങ്ങളെ വിധവയാക്കണം. ഇതാണ് പണ്ടുള്ളവർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. പട്ടിയും ചെത്ത് അനീഷിനെയും കടിച്ച് അരിയിലെ പുളിയും മാറി, എന്നിട്ടും പശുവിന് മാറിയില്ല മുറുക്ക്. അതങ്ങനല്ല, അരിയും തിന്ന് ആശാരിച്ചും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ്. 2 പഴഞ്ചൊല്ല് ഒരുമിച്ചായപ്പോഴാണ്. നീ അതിൽ കയറി പിടിക്കാൻ നിൽക്കണ്ട, എഡിറ്റിംഗിൽ പൊക്കോളും. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ആ പറമ്പിൽ നിന്നും കംപ്ലീറ്റ് കല്ല് നീ ചാക്കിൽ വാരിയിട്ട് ടെറസിൽ കയറി എന്തിന്? അളിയാനൊരു കാര്യം ഉണ്ടല്ലോ. നമ്മളെ വീടിന് അപ്പുറത്ത് സുരേഷ് ഇല്ലേ? സുരേഷ്? സുരേഷ്? മറ്റേ മുട്ടയടിച്ച സുരേഷ്. സുരേഷ് അളി, അവൻ ഈ പഴഞ്ചൊല്ലൊന്നും ഒരു വിശ്വാസവും ഇല്ലളിയാ. ഞാനുണ്ട് ഈ കല്ലെല്ലാം വാരി ടെറസിന്റെ മേളിൽ കയറ്റിയിട്ട് അവന്റെ തലവടിയെ വാരി എറിഞ്ഞു കൊടുത്തു. അവന് ഏത് പഴഞ്ചൊല്ലിലാണ് വിശ്വാസം ഇല്ലാത്തത്? എതിയേട്ടോ മുട്ടയടിച്ച കല്ല് മഴ പെയ്യുമെന്ന്. ഇപ്പൊ അവന് വിശ്വാസം വന്നു. മനസ്സിലായി. രാവിലെ അവൻ വീട്ടിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയാണ്, അതങ്ങനെ പൂവന്മാഴയുടെ മൂട്ടില് ഏത്തവാഴ കൊലക്കില്ലല്ലോ എന്ന്. അത് പഴഞ്ചൊല്ലി മനസ്സിലായോണ്ടല്ല, അതായത് സിംബോളിക്കായിട്ട് നിന്റെ തന്തയ്ക്ക് വിളിച്ചതാ. അങ്ങനെയാണ്. എന്നാ അളിയന്റെ വീട്ടിൽ അലക്കൽ ഉടനെ ഊരേണ്ടി വരും. നീ അവന്റെ വീട്ടുകാരനെ സമാധിയാക്കണം. ദൈവമേ, നിന്നെ കാരണം നിവൃത്തിയില്ലാതായി പോലടാ. ഒരു ഉറുമ്പിന് പോലും വീട്ടിന്റെ മുന്നിൽ കൂടെ നടക്കാൻ കഴിയുന്നില്ല. അളിയ ഉറുമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അളിയ, പിന്നെ അളിയ എനിക്കൊരു കുഞ്ഞു മൊബൈൽ മേടിച്ചു തരും അളിയ. കുഞ്ഞു മൊബൈൽ എന്തിനാളിയാ? കുഞ്ഞു മൊബൈൽ എന്തിന്? ഉറുമ്പിന് കൊടുക്കാൻ. ഉറുമ്പിന് മൊബൈൽ കൊടുക്കുന്നത്? അത് ഈ പഞ്ചായത്ത് ഇരിക്കുന്ന ഫേക്ക് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് വഴി ഉറുമ്പിനെ അയച്ചു കൊടുത്തിട്ട് അതിനെ വഴി തെറ്റിക്കാൻ. ഇങ്ങനെ തേരാപ്പാരാടക്കുമ്പോ എനിക്കൊരു രസമളിയാ. തീരെ വയ്യാതായി പോയല്ലോ അളിയാ. ഇവിടെ മനുഷ്യ ഉറുമ്പ് കടിയാണ് ഉറുമ്പിനെ കൊല്ലാൻ നോക്കുന്നത്, അതിന് മൊബൈൽ വരെ വാങ്ങിച്ചു കൊടുക്കുന്ന. ഉറുമ്പിനെ കൊല്ലാനൊക്കെ എന്തോ ഒരു ഐഡിയ ഉണ്ടെന്ന് അളിയൻ അറിയാമോ? ഒരു ഐഡിയ പറഞ്ഞു. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഉറുമ്പിനെ കൊല്ലാൻ ബെറ്റർ ഐഡിയ. നമ്മൾ ഈ ഉറുമ്പ് പോകുന്ന വഴിയിൽ അല്പം മുളകും പഞ്ചസാരയോടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇടുക.
അപ്പൊ ഈ പഞ്ചസാരയുടെ രുചി അറിഞ്ഞിട്ട് ഉറുമ്പൊന്ന് ഇങ്ങനെ തിന്നും. അതിനകത്ത് മുളക് പൊടി ഉണ്ട്. അപ്പൊ ഉറുമ്പിന് എരിയുമ്പോ ഉറുമ്പ് എന്ത് ചെയ്യും? വെള്ളം കുടിക്കാനായിട്ട് നമ്മളെ കിണറ്റിന്റെ മുട്ടിലോട്ട് വരും. എന്നിട്ട് ഇങ്ങനെ കിണറ്റിന്റെ വക്കി കയറി ഇരുന്നിട്ട് കിണറ്റിൽ വെള്ളം ഉണ്ടോന്ന് ഉറുമ്പ് ഇങ്ങനെ എത്തി നോക്കും. അപ്പൊ നമ്മളിങ്ങനെ പറവേ പമ്മി ചെന്നിട്ട് ഈ ഉറുമ്പിന്റെ ചന്തി പിടിച്ച് ഒറ്റ തള്ളു ഉറുമ്പ് കിണറ്റിലോട്ട് വീഴുന്നു. കിണറ്റിലെ വെള്ളത്തിൽ കിടന്ന് ഉറുമ്പ് ഭയങ്കരമായിട്ട് തണുക്കുമ്പോ ഉറുമ്പ് എന്ത് ചെയ്യും? ചൂട് കായാനായിട്ട് നമ്മൾ അടുപ്പിന്റെ മുട്ടിൽ വരും. അപ്പൊ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം ചെയ്യണം. ഉറുമ്പ് അറിയാതെ ഒരു കുഞ്ഞു ഓലപ്പടക്കം എടുത്ത് അടുപ്പിനകത്ത് ഇട്ടേക്കണം. നമ്മളെ ഓലപ്പടക്കം എന്ന് പറഞ്ഞാൽ ഉറുമ്പിന് ബോംബാണ്. അപ്പൊ ഈ ഉറുമ്പ് ഇങ്ങനെ കയറി വന്നിട്ട് നമ്മുടെ ഉദ്ദേശപ്രകാരം ഈ അടുപ്പിന്റെ മൂട്ടി ഒന്ന് ഇങ്ങനെ തണുപ്പ് കായി അപ്പൊ ഈ പടക്കം പൊട്ടും. ദേഹമാസകലം പൊള്ളലേറ്റ ആംബുലൻസിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ICUയിൽ ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഉറുമ്പ് അത്യാവശ്യ നിലയിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ ഞാനും അളിയനും കൂടെ ഈ കമ്പൗണ്ടറിന്റെ വേഷത്തിൽ പമ്മി അങ്ങോട്ട് ചെന്നിട്ട് ഈ ഓക്സിജൻ മാസ്ക് ഊരിയങ്ങ് മാറ്റും. അപ്പൊ ഈ ഉറുമ്പ് ശ്വാസം കിട്ടാതെ പെടഞ്ഞി മരിക്കും. നല്ല ബുദ്ധി. അല്ല, ഉറുമ്പോടി മാറിയിട്ട് കൊല്ലളിയാ ബുദ്ധി ഇല്ലാത്ത. ഈ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി ജോലിക്ക് വെക്കട്ടെ അളിയാ. എനിക്ക് ജോലി കിട്ടിയതേ അളിയാ. എവിടെ? ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എന്നെങ്കിൽ അധ്യാപകനായിട്ട് ജോലി കിട്ടിയായിരുന്നു. അയ്യാ, പഠിച്ച സ്കൂളിൽ സാറായിട്ട് ജോലി കിട്ടിയ അതൊരു ഭാഗ്യമാണ്. അന്നളിയാ. പക്ഷെ ഉച്ചയ്ക്ക് ഊണുണ്ണാൻ സ്കൂളിൽ വിട്ടില്ലേ? അപ്പോൾ ഞാൻ സാറാണെന്നുള്ള കാര്യം മറന്നു കളിയാ. മാവി ചെന്ന് കല്ലെറിഞ്ഞു. സ്കൂളിലെ മാവില 2 ഓട് പൊട്ടി. അങ്ങനെ പറഞ്ഞു വിട്ടാ? പറഞ്ഞു വിട്ടില്ല, അവരതും സഹിച്ചു. എന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തോണ്ട് വന്നപ്പോഴേ ഒരു ചെറുക്കൻ ചോദിക്കുകയാണ്, സാറേ മാസം എന്ന് വെച്ചാൽ എന്താണ്? അളി എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എടാ ശിവനും ശക്തിയും ചേർന്നാൽ മാസടാണ്. അപ്പൊ പറഞ്ഞു അവിടുത്തെ പ്രിൻസിപ്പാൾ ഞാനായിരുന്നെങ്കിലേ എന്നെ അടിയെന്ന് പറഞ്ഞു വിട്ടാണ്. പറയുന്ന കേട്ടാത്തോന്നു ഇതൊരു അളി എന്നെ അടിച്ചിട്ടില്ലെന്ന്. എപ്പോഴാണ് നിന്നെ അടിച്ചത്? അളി ഇന്നലെ എന്തിനാ അളി എന്നെ അടിച്ചത്? കാര്യമുണ്ട്. എന്റെ കുഞ്ഞിന് ദ്രോഹം ചെയ്തോണ്ട് വിദ്യാരംഭത്തിന് എഴുത്തിനിരുത്താൻ വേണ്ടി മുഹൂർത്തം കുറിച്ചിരിക്കുന്ന എന്റെ കുഞ്ഞിനെ നീ ഉപദ്രവിച്ചില്ലടാ, നീ ദ്രോഹിച്ചില്ലടാ. ഞാൻ ദ്രോഹിച്ചെന്നല്ലേ, ഞാൻ അവനെ ഇന്നലെ വിളിച്ചിരുത്തി എഴുത്തിന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചല്ലേ. അതെന്തിന്? അല്ലെ, വിദ്യാരംഭത്തിന് ഇത്രയും പേര് കൂടി നിൽക്കുമ്പം അരിയിൽ എഴുതുമ്പോ തെറ്റിപ്പോയ അവൻ ചമ്മി പോകത്തില്ലേ? അതുകൊണ്ട് ഇന്നലെ വിളിച്ചിരുത്തി പ്രാക്ടീസ് കൊടുത്തതാണ്. മനുഷ്യനെ കൊല്ലിക്കാൻ. പിന്നെ അളിയാ, ഞാനൊരു സേറ്റ് വലിച്ചോട്ടാ. കരിയിലേക്ക് കൊണ്ട് കത്തും. കുഴപ്പമില്ലല്ലോ, വലിക്കണമെന്നാണ് പറഞ്ഞത്. എന്തരോ ചെയ് വലിച്ചൂടാ അളിയാ, ചുമ്മാ അരി അളിയാ. അവിടെയൊന്നും തീയിടല്ലേ. എന്തോ നിർത്താൻ പറ്റുന്നില്ലേ, ശീലമായി. പരിധിയുണ്ട് കേട്ടോ ഇതിനൊക്കെ. എനിക്കിതൊക്കെ രത്താളി അളിയനെ ഇങ്ങനെയൊക്കെ കാണിച്ചു വരാന്ന് അളിയൻ പോ, അളിയൻ പോ. അളിയ ഒരു 2000 രൂപ അളിയാ. അളിയൻ പോ അളിയാ. 2000 രൂപ അളിയാ. 2000 ഞാൻ തരില്ല. പോ അളിയ. എന്തോ അളിയാ? ഞാൻ തരില്ല. എന്നോട് ചോദിക്കണേ, ഞാൻ തരില്ല. മനുഷ്യത്വം വേണോ അളിയാ? എനിക്ക് മനുഷ്യത്വം ഇല്ല. മനുഷ്യനെ സഹായിക്കണോ അളിയാ? നീ സഹായിക്കാൻ അളിയ എന്നെ കണ്ടുപടി അളിയാ. ഇന്നലെ ഒരു ഭിക്ഷക്കാരൻ പാവം വിശന്ന് വലഞ്ഞ് എന്റെ വീട്ടിൽ കയറി വന്നു. ഞാൻ ഉണ്ടാക്കിയ ആഹാരം, എന്റെ കൈവച്ചുണ്ടാക്കിയ ആഹാരം അവൻ ഞാൻ പൊതിഞ്ഞു കൊടുത്തറിയാ. ആ ഭിക്ഷക്കാർ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അവൻ ഇന്ന് രാവിലെ വന്നിരുന്നു. നിന്റെ ആഹാരം കഴിക്കാനായിരിക്കും. പിന്നെ അവൻ ഭിക്ഷ എടുത്ത പൈസ കൊണ്ട് ഒരു പുസ്തകം മേടിച്ചെന്നളിയാ. ഏത് പുസ്തകം? 101 പാചക വിധികൾ. അവനവരെ മനസ്സിലാക്കിന്റെ ആഹാരത്തിന്റെ ക്യാമത്വം. ഞാൻ തിന്നപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നളിയാ. അളിയാ, കഴിക്കുന്ന ആഹാരത്തിൽ രുചി മനസ്സിലാക്കാൻ അല്പം ബുദ്ധിയെങ്കിലും വേണം. അതുപോലെ നിനക്കില്ലാതായി പോയല്ലോ. 2000 രൂപ അളിയാ. ഞാൻ 2000. നിനക്കിപ്പോ 2000 ആവശ്യം എന്താണ്? എനിക്ക് ചെന്നൈ പോയി. എന്തിന്? സിനിമ നടി ഉർവശി ചേച്ചിയെ കാണാൻ. ഇനി അവരെ കൂടെ പോയി ശല്യപ്പെടുത്താനായിരിക്കും. അല്ലല്ല, ഉർവശി ചേച്ചിയെ കൊണ്ട് എന്നെ ഒന്ന് ശപിപ്പിക്കണം. അതെന്ത് കാര്യത്തിനാണ്? അളിയും കേട്ടിട്ടില്ല? ഉർവശി ശാപ ഉപകാരം ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തെങ്കിൽ രക്ഷപ്പെടട്ടളിയാ. എന്റെ പൊന്നളിയാ, വല്ലാത്തൊരു അവസ്ഥ തന്നെ അളിയാ. അളിയന്റെ കാര്യം അളിയ ഒന്ന് പോയിട്ടാ അളിയാ. അളിയ പിന്നെ ഞാൻ പോണോ? ഞാൻ അളിയന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം, അതിന്റെ ഉത്തരം അളിയൻ പറഞ്ഞാൽ ഞാൻ പോവാം. ഉറപ്പാണ്? ഉറപ്പാണ്. പിന്നെ ഇങ്ങോട്ട് വരില്ലല്ലോ? വരില്ല. ഇനി എന്ത് കാര്യമായാലും ഞാൻ ഉത്തരം പറഞ്ഞിരിക്കും. അളിയൻ ഈ ബാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ പാട്ടുകാരും ഓർക്കസ്ട്രക്കാരും ഇല്ലാത്ത ബാൻഡ് ഏതാണ്? എങ്ങനെ? പാട്ടുകാരും ഓർക്കസ്ട്രക്കാരും ഇല്ലാത്ത ബാൻഡ് ഏതാണ്? എനിക്ക് വലിയ പിടി കിട്ടുന്നില്ല. നോബിയണ്ണൻ പരിപാടിക്കൊക്കെ പോകുന്നുണ്ടോ എപ്പോഴും? ആണോ ഈ ബാൻഡിൽ പാട്ടുകാർ ഓർക്കസ്ട്ര ഇല്ലാത്ത ബാൻഡ് കാരണം? ഇല്ല, ഒരു 4 പീസെങ്കിലും കാണും ഇവിടെ മിനിമം. കാണും. തന്നെ അഖിലേ, നിനക്കറിയോ? കരോക്കെ ഗാനമേളയൊന്നും അല്ലല്ലേ? അവൻ വേറെ കയറി പോണേ. അല്ലല്ല, അങ്ങനെ ഒരു ബാൻഡ് ഇല്ല. ഇല്ലല്ല, അങ്ങനെ ഒരു ബാൻഡ് ഇല്ല. പാട്ടുകാരും ഓർക്കസ്ട്രക്കാരും ഇല്ലാത്ത ബാൻഡ് ഇല്ല. ഞാൻ നേരത്തെ റബ്ബർ ബാൻഡ് അങ്ങോട്ട് എറിഞ്ഞില്ലേ, അത് അതുകൊണ്ട് കിടക്കുന്നു ആ ബാൻഡ്. ചോദിച്ചു വാങ്ങിച്ചത് ഇത് കിട്ടണേ. പോകുന്നില്ല. ഇനി അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഒരു കോൾ ചെയ്തോട്ടെ, അത്യാവശ്യമാണ്. ഹലോ, ഈ ഫ്ലെക്സ് സ്റ്റിക്കർ ഒക്കെ അടിക്കുന്ന കടയല്ലേ? എനിക്ക് വൈകുന്നേരത്തിന് ഒരു കഴുത്തിൽ തൂക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കർ അടിച്ചു തരാൻ പറ്റുമോ? മാറ്റർ ഞാൻ വാട്സാപ്പിൽ അയക്കാം. ശരി ശരി, ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു. ആർക്കാളിയാ കഴുത്ത് തൂക്കുന്ന? അളിയനെ വേണ്ടി തന്നെ. അളിയത് തൂക്കണം, എല്ലാരും ഇത് വായിക്കുകയും ചെയ്യണം. വായിക്കണം. എന്തോ മാറ്റർ? ഞാൻ അമ്പളിക്കുട്ടൻ, ഞാൻ ഒരിക്കലും നന്നാവില്ല. അളിയാ ഓടാ പുളിയാ. അളിയന്റെ എന്തോന്നടാ നോക്കണത്? നീ എന്തോ ചെയ്ത് നോക്കുക? ക്ലൈമാക്സ് സ്റ്റിൽ അടിച്ചില്ലടാ. അത് പറയണ്ടേ?